ത്രിയേക ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് അവർക്കും സ്വാഗതം. ഒരു വലിയ കാര്യവും ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് നമ്മൾ പലപ്പോഴും വിഷമിക്കാറില്ലേ? വലിയ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാനോ ലോകം അറിയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് വലിയ മൂല്യമില്ലെന്ന് പലപ്പോഴും നമ്മൾ കരുതാറില്ലേ? എന്നാൽ നമ്മുടെ ഏറ്റവും ചെറിയ നന്മകൾ പോലും ദൈവസന്നിധിയിൽ എണ്ണപ്പെടുന്നുണ്ടെന്ന വലിയ സത്യവചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. വിശുദ്ധ മർക്കോസ് 9:41 വചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എന്നീ നാമത്തിൽ ആരെങ്കിലും ഒരു പാനപാത്രം വെള്ളം നിങ്ങൾക്ക് കുടിക്കുവാൻ തന്നാൽ അവന് പ്രതിഫലം കിട്ടാതിരിക്കുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. യേശു തന്റെ ശിഷ്യന്മാരുമായി സംസാരിക്കുകയായിരുന്നു. തങ്ങളുടെ സംഘത്തിൽപ്പെടാത്ത ചിലർ യേശുവിൻ്റെ നാമത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് ശിഷ്യന്മാർ അവരെ തടയാൻ ശ്രമിച്ച സന്ദർഭത്തിലായിരുന്നു കർത്താവ് ഇത് പറഞ്ഞത്. ആ സമയത്താണ് സ്വാർത്ഥതയും വലിയ പദവികൾക്കുമായുള്ള മത്സരവും നിറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ യേശു ഈ ലളിതമായ സത്യം വെളിപ്പെടുത്തി തരുന്നത്. വലിയ അത്ഭുതങ്ങളോ വലിയ പ്രസംഗങ്ങളോ മാത്രമല്ല ദൈവം നോക്കുന്നത്, മറിച്ച് സ്നേഹത്തോടെയും ദയോടെയും നൽകുന്ന ഒരു പാത്രം കുടിവെള്ളത്തിന് പോലും ദൈവസന്നിധിയിൽ വലിയ മൂല്യമുണ്ട്. ഈ വാക്യം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: ഒരു നന്മയും ചെറുതല്ല, ഒരു നല്ല പ്രവൃത്തിയും വ്യർത്ഥമാകുകയില്ല. ഒരു വ്യക്തിക്ക് ഒരു പാത്രം കുടിവെള്ളം നൽകുക എന്ന് വളരെ ചെറിയ ഒരു കാര്യമായി തോന്നാം. എന്നാൽ ആ പ്രവൃത്തിക്ക് പിന്നിലുള്ള കരുതലും ദയവും സ്നേഹവുമാണ് ദൈവം അളക്കുന്നത്. ചെറിയ നന്മകൾക്ക് വലിയ വിലയുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പലപ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ പലപ്പോഴും ചെറിയ ചെറിയ പ്രവർത്തികളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നതിന് വെള്ളം കൊടുക്കുക, വിഷമിക്കുന്ന വ്യക്തിയോട് നല്ല വാക്ക് പറയുക, ഇവ ഒക്കെ ചെറുതായിട്ട് തോന്നാം. പക്ഷേ സ്നേഹത്തോടെ ചെയ്യുന്ന ഈ ചെറിയ നന്മകൾക്ക് ദൈവത്തിന് മുമ്പിൽ വലിയ മൂല്യമുണ്ട്. പിന്നെ നന്മ ചെയ്യാൻ സമ്പത്ത് ആവശ്യമില്ല. ചിലർ കരുതുന്നു, എനിക്ക് ധാരാളം പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു. പക്ഷേ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് അതല്ല. ഒരു പാനപാത്രം വെള്ളം, വലിയ സമ്പത്ത് ആവശ്യമില്ല. നന്മ ചെയ്യാൻ ഒരു വലിയ സ്ഥാനം ആവശ്യമില്ല, സമ്പത്ത് ആവശ്യമില്ല. ചിലപ്പോൾ നമ്മുടെ ഒരു സമയം മതി, നമ്മുടെ ഒരു നല്ല വാക്ക് മതി, നമ്മുടെ ഒരു ചെറിയ ശ്രദ്ധ മതി, നമ്മുടെ ചെറിയൊരു കരുണ മതി, നമ്മുടെ ഒരു സ്നേഹം മതി. പിന്നെ മനുഷ്യർ കാണാത്ത നന്മ ദൈവം കാണുന്നു. നമ്മൾ ചെയ്ത നന്മയ്ക്ക് ആരും നന്ദി പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വിഷമമുണ്ടാകും. ഞാൻ ഇത്രയും ചെയ്തു, പക്ഷെ എന്നെ ആരും മാനിച്ചില്ല എന്ന ചിന്ത എപ്പോഴും വരാം. അപ്പോൾ ഈ വചനം നാം ഓർക്കണം: ദൈവം കാണാത്ത ഒരു നന്മയും ഇല്ല. മനുഷ്യരുടെ കയ്യടി ലഭിക്കണമെന്നില്ല, സോഷ്യൽ മീഡിയയിൽ പ്രശംസ ലഭിക്കണമെന്നില്ല, നമ്മുടെ പേര് അറിയണമെന്നില്ല. പക്ഷെ ദൈവം അറിയുന്നു. അതുകൊണ്ട് പ്രശംസയ്ക്ക് വേണ്ടി മാത്രം നന്മ ചെയ്യരുത്. സ്നേഹത്താൽ നന്മ ചെയ്യുക, ദൈവത്തെ അന്വേഷിക്കാനായി നന്മ ചെയ്യുക. ഇന്ന് നമുക്ക് ഒരു വലിയ കാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട. ഒരു ചെറിയ കാര്യം ചെയ്യുക. ചെറിയ നന്മകൾ തുടർച്ചയായി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറും. ഇന്ന് നമുക്ക് ലഭിച്ച ചെറിയ അവസരം ഉപയോഗിക്കുക. ലോകം നമ്മുടെ നന്മയെ ശ്രദ്ധിച്ചില്ലെങ്കിലും ദൈവം അത് തീർച്ചയായും കാണും. നമ്മുടെ ചെറിയൊരു പ്രവൃത്തി ഒരാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുകയാക്കാം. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം: എനിക്ക് കഴിയുന്നിടത്ത് ഞാൻ നന്മ ചെയ്യും. നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സ്നേഹത്തിലൂടെയും മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാൻ സാധിക്കണം. കർത്താവ് നമ്മുടെ ചെറിയ നന്മകളെ അനുഗ്രഹമാക്കി മാറ്റുകയും മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന ഒരു ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.